ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കായിട്ടുള്ള ഒരു സിമ്പിൾ വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇന്ന് സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഇത് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റിക്കർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണോ അത് സ്റ്റിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ സ്റ്റിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കത് പറിച്ചെടുത്തിട്ട് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ, റീയൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. വൺ ടൈം യൂസിനുള്ളതാണ്. പിന്നെ ഭയങ്കര ഈസിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു A4 ഷീറ്റിൽ കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കളർ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ സ്കെച്ച് പെൻ യൂസ് ചെയ്ത് കളർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു നമ്മൾ ക്രയോൺ യൂസ് ചെയ്യായിരിക്കും. സ്കെച്ച് പെൻ ആകെ പടർന്ന് പിടിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ വരച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ 3-4 പിക്ചേഴ്സൊക്കെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട്, അതായത് ആ പേപ്പറിലെ വൈറ്റ് ഭാഗം കുറച്ച് എടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ. ഇനി നമുക്ക് വേണ്ടത് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. ഇതേപോലത്തെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് കവർ ഉണ്ടാവുമല്ലോ, അതെടുക്കാം. പിന്നെ ഇതേപോലത്തെ ഒരു സെല്ലോ ടേപ്പ്. വീതിയുള്ളതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വീതി കുറവുള്ളതാണ് ഉള്ളതെങ്കിൽ 2-3 പ്രാവശ്യം ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. അതായത് അടുപ്പിച്ച് അത് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ 2-3 പ്രാവശ്യം ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും. ഇനി നമ്മൾ ഈ കവറിൽ ആദ്യം നമ്മുടെ സെല്ലോ ടേപ്പ് ഒട്ടിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ സെല്ലോ ടേപ്പ് ഒട്ടിക്കുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ ആവശ്യത്തിന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. 2 രീതിയിൽ ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഒന്ന്, നമ്മൾ ഇതേപോലെ സാധാരണ കട്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ എടുത്തിട്ട് ഇതൊന്ന് പറിച്ചെടുക്കുക. അപ്പോൾ ശ്രദ്ധിച്ച് പറിച്ചെടുക്കണം കേട്ടോ. ഇനി വേറൊരു രീതിയിലും കൂടി ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ ഈ സ്റ്റിക്കർ മാത്രമേ കാണാൻ പാടുള്ളൂ, ബാക്കിയുള്ള കവറിൻ്റെ ഭാഗം കാണാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റിക്കർ പറിച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ എഡ്ജിൽ വരുന്ന ബാക്കി സെല്ലോ ടേപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് എവിടെയാണ് ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ 2 തരത്തിൽ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ചാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയതായി ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് പിക്ചേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് അയച്ചു തന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് പിക്ചേഴ്സ് അയച്ചു തരാം. പിക്ചേഴ്സ് അയച്ചു തരുമ്പോൾ ഫോട്ടോ എടുത്തിട്ട് അതിൽ നിങ്ങളുടെ പേര് വെക്കുക കേട്ടോ. ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് അതിൽ പേര് കയറ്റില്ലേ, അങ്ങനെ ചെയ്തിട്ട് അയക്കുക. കുറേ പിക്ചേഴ്സ് വരുന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും. അപ്പോൾ അങ്ങനെ വരുന്നവരുടെ അങ്ങനെ അയക്കുന്നവരുടെ പിക്ചേഴ്സാണ് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നത്.
അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാ ക്രാഫ്റ്റും വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.